നമസ്കാരം. മഹാചണ്ഡി യാഗത്തിൻ്റെ ചണ്ഡികാ യാഗം കഴിഞ്ഞ ഒരു നിറവിലാണ് എല്ലാവരും. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർ ഒരുമിച്ച് അമ്മയായ സാക്ഷാൽ ത്രിപുര സുന്ദരിയെ ചണ്ഡികാദേവിയെ ആരാധിക്കുക, ഉപാസിക്കുക, ഹോമിക്കുകയാണ് ചെയ്തത്. ദേവിക്ക് വേണ്ടിയുള്ള ഹോമം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു എല്ലാവർക്കും. വലിയൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണത്. കാരണം പണ്ട് കാലങ്ങളിൽ നമ്മളെ വീട്ടിലെ അമ്മമാരൊക്കെ നല്ല തപസ്സുള്ളവരായിരുന്നു. അന്ന് ഭാരതം അതിൻ്റെ പരം വൈഭവത്തിലായിരുന്നു. എല്ലാ വീട്ടിലും സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു. എവിടെയോ വെച്ച് നമുക്ക് ആ ഒരു ദേവീയോപാസന, അമ്മയുടെ ആരാധന നഷ്ടപ്പെട്ടപ്പോഴാണ് ഇന്ന് നാം കാണുന്ന എല്ലാ ദുരിതങ്ങളുടെയും ഒരു കാരണമായത്. തിരിച്ച് നമ്മൾക്ക് ആ ഒരു സംസ്കാരത്തിലേക്ക്, ആ ഒരു ദേവീ ഉപാസനയിലൂടെ ഒരു ആർജവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അമേരിക്കയിലുള്ള മലയാളികളായ 100-ലധികം അമ്മമാർ കഴിഞ്ഞ 2-3 മാസക്കാലമായി ദേവീ മഹാത്മ്യവും മഹാചണ്ഡി യാഗവും പഠിച്ച് അവർ യാഗം ചെയ്തിരിക്കുകയാണ്. ഇനി സ്ഥിരമായിട്ട് അവർക്ക് അവരുടെ വീട്ടിൽ യാഗം ചെയ്യാൻ സാധിക്കും. സ്ത്രീകൾ ആചാര്യസ്ഥാനത്തിരുന്ന് മഹായാഗം ചെയ്യുക എന്നുള്ളതാണ് ഈ യാഗത്തിനൊരു വലിയ ഹൈലൈറ്റ്. ഭാരതം എപ്പോഴും ആചാരാനുഷ്ഠാനങ്ങളെ അല്ലെങ്കിൽ ഫിലോസഫിയെ കൈമാറിയത് പദ്ധതികളായിട്ടാണ്, പുരാണങ്ങളായിട്ടാണ്, ഏറ്റവും കൂടുതൽ പദ്ധതികളായിട്ടാണ്. ഏതാണ്ട് 25,000-ലധികം ഫാമിലിയിൽ എല്ലാ വെള്ളിയാഴ്ച പോലെ അവർ മഹാലക്ഷ്മി പൂജ ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും, ഇപ്പം ദുബായിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ശതചണ്ഡി യാഗം നടന്നു. 1,150-ലധികം അമ്മമാർ ഒരുമിച്ച് ഇരുന്ന് യാഗം ചെയ്തു. കേരളത്തിൽ നടന്നു. അമേരിക്കയിൽ കഴിഞ്ഞ വർഷം 3 സ്ഥലങ്ങളിൽ, ന്യൂയോർക്കിലും ഹൂസ്റ്റണിലും അറ്റ്ലാന്റയിലും നടന്നു. ആ സമയത്തുള്ള സങ്കല്പമായിരുന്നു നമ്മൾക്കിവിടെ ശ്രീരാമദാസ ആശ്രമത്തിൽ വലിയ യാഗം നടത്തണം എന്നുള്ളത്. ആ യാഗം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയാണ് ചെയ്തത്. വലിയ ഒരു നിറവിലാണ് ഞങ്ങളെല്ലാവരും. കാരണം വലിയ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒരു അവസരം, ഒരു ഭാഗ്യമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. അവർ ദേവീ മഹാത്മ്യം പഠിച്ച് ആചാര്യസ്ഥാനത്തിരുന്ന് തെറ്റില്ലാതെ വളരെ അഭിമാനത്തോടു കൂടി അവർ ദേവതയെ ആവാഹിച്ചിരുത്തി ഉപാസിച്ച് ദേവതയെ അവർ തന്നെ ഉപാസിക്കുന്ന, ഹോമം ചെയ്യുന്ന കാഴ്ച വലിയൊരു മാറ്റമാണ്. ഒരു നിശബ്ദ വിപ്ലവം തന്നെയാണ് സനാതന സംസ്കാരത്തിൽ. സ്ത്രീകൾ ആചാര്യസ്ഥാനത്തിരുന്നുകൊണ്ട് മറ്റൊന്നുമില്ലാതെ ഹോമം ചെയ്യുക, മറ്റൊരു തരത്തിലുള്ള വിലക്കുകളും ഇല്ലാതെ ഹോമം ചെയ്യുക എന്നുള്ളത് എന്തായാലും വലിയ ഒരു മാറ്റം തന്നെയാണ്. ഇനിയും ധാരാളം സ്ഥലങ്ങളിൽ ഇവരൊക്കെ സ്വന്തം വീടുകളിലും സ്വന്തം പ്രദേശത്തുള്ള ആൾക്കാരെ വിളിച്ചുകൂട്ടി അവരെ ദേവീ മഹാത്മ്യം പഠിപ്പിച്ച് ഒരുമിച്ച് ചേർന്ന് യാഗം ചെയ്യും. അങ്ങനെ ലോകം മുഴുവൻ, അല്ലെങ്കിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ, ഹിന്ദുക്കളുണ്ടോ, അവരൊക്കെ യാഗം പഠിച്ച് യാഗം ചെയ്യുന്ന ഒരു കാഴ്ച വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. പ്രോക്ഷിച്ച് ഓം ധനുർധരായ അസ്ത്രായ ഭട എന്ന് കുശം കൊണ്ട് താടിച്ച് ഓം കവചായ ഹം എന്ന് അവകുണ്ഠനം ചെയ്ത് ഓം വം ധേനുജ ഓം വം 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 ക്ലീം കാമദുഹേ അമോഘേ വരദേ വിച്ചേ സുരസ്വര ശ്രീം പദശ്രീം എന്ന് ഗുഹ്യമുദ്ര കാട്ടി ഓം ഹും രം 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 ഓം ഹും രം ഓം വൈശ്വാനര യാദവേദോ ഇഹാവഹ ലോഹിതാക്ഷ സർവകർമാണി സ്വാഹയ സ്വാഹ. ഓക്കെ, ഹൃദയാദാംശം
ത്രികോണത്തിൽ ഒരു മൺപാത്രത്തിൽ അഗ്നി ഉത്പാദിപ്പിച്ച് കുണ്ടത്തിന്റെ നിറുതികോണിൽ കൊണ്ടുവന്ന് ഓം ഐം ഹ്ര അസ്ത്രായ ഭട്ട് എന്ന മന്ത്രം കൊണ്ട് അഗ്നിശകലം നിറുതികോണിലേക്ക് കളയുക. ഓം വൈശ്വാനര ജാതവേദോ ഇഹാവഹ ലോഹിതാക്ഷ സർവകർമാണി സാധയ സ്വാഹ. അഗ്നിയെ മൂലമന്ത്രം കൊണ്ട് നിരീക്ഷിച്ച് ഓം വൈശ്വാനര ജാതവേദോ ഇഹാവഹ ലോഹിതാക്ഷ സർവകർമാണി സാധയ സ്വാഹ. സാമാന്യാഖ്യം നമസ്തസ്യൈ 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 നമോ നമഃ. ക്ലീം ഓം സ്വാഹ. ഓം ക്ലീം യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. ക്ലീം ഓം സ്വാഹ. ഓം ക്ലീം യാ ദേവി സർവഭൂതേഷു കൃഷ്ണാരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. ക്ലീം ഓം സ്വാഹ. ഓം ക്ലീം യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. ക്ലീം ഓം സ്വാഹ. ഓം ക്ലീം യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. ക്ലീം ഓം സ്വാഹ. ലോകശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ട് ഉള്ള പ്രധാന സങ്കല്പത്തിലാണ് ഈ യാഗം ഇവിടെ നടന്നിരിക്കുന്നത്. ഭാരതത്തിൽ നിന്ന്, അതുപോലെ തന്നെ കാനഡ, മെക്സിക്കോ, ദുബായ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി ഋത്വിക്കുകൾ, ഭക്തജനങ്ങൾ ശതചണ്ഡിക യാഗം നടത്തുന്നതിന് ഉള്ള പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തുകയും 100-ലധികം ആളുകൾ ഈ യാഗത്തിൽ സംബന്ധിക്കുകയും ശതചണ്ഡിക യാഗം വളരെ മംഗളകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇത് ടെക്സാസ് സ്റ്റേറ്റിലുള്ള ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് മീനാക്ഷി ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ശ്രീ രാമദാസ ആശ്രമത്തിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും സർവ്വവിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ, സമൃദ്ധി എല്ലാം ഉണ്ടാകുന്നതിനുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ യാഗം പൂർണ്ണമായിരിക്കുന്നത്. വളരെയധികം ത്യാഗം സഹിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായി ഈ യാഗത്തിൽ പങ്കെടുത്ത എല്ലാ പേർക്കും പ്രാർത്ഥനകളും അതുപോലെ തന്നെ സർവ്വമംഗളങ്ങളും ആശംസിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് സുജിത. ഞാൻ ദുബായിൽ നിന്ന് വന്നതാണ്. ഹ്യൂസ്റ്റണിലെ യാഗം നടക്കുകയാണ്. ഇവിടെ 100 പേര് ഒത്തുകൂടി യാഗം നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ആചാര്യന്മാർ വന്ന് ശതചണ്ഡി യാഗം നടത്തി പോവുകയാണ് ചെയ്യുക. ഇത് ശതചണ്ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേര് ഇരുന്നിട്ട് യാഗം നടത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആ 100 പേരെയും പരിശീലിപ്പിച്ച് അവരെ കൊണ്ട് യാഗം ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിഗംഭീരമായി നമുക്കിവിടെ യാഗം നടന്നു അവസാനിച്ചിരിക്കുകയാണ്. അത് വളരെ സന്തോഷം. ഇതുപോലൊരു എനർജി വേറെ ഒരിടത്തും ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം എനർജിയാണ് ഇവിടെ ഇപ്പം അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്. നമസ്കാരം. വളരെയധികം ആൾക്കാർ ഒന്നിച്ചു കൂടുകയും അതിഗംഭീരമായ രീതിയിൽ തന്നെ ഇത് തുടങ്ങാൻ സാധിക്കുകയും ചെയ്തു. അത് ദേവിയുടെ കൃപാകടാക്ഷം കൊണ്ട് മാത്രം ഉണ്ടായതാണ്. ഈ ഒരു ആശ്രമ സങ്കേതത്തിൽ വെറുതെ ഒരു ഡേറ്റ് എടുത്ത് ചൂട് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങാമെന്ന് കയറി തുടങ്ങി. പിന്നീടാണ് അറിഞ്ഞത് ഇത് കഴിഞ്ഞ ഉടനെയാണ് അമേരിക്ക മുഴുവൻ വ്യാപിക്കുന്ന സൂര്യഗ്രഹണം. ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് രാജ്യത്ത് മുഴുവൻ സൂര്യഗ്രഹണത്തിൽ അമരുന്നുവോ ആ രാജ്യം അതിഭയങ്കരമായ നാച്ചുറൽ കലാമിറ്റീസിന് സബ്ജക്റ്റ് ആവുന്നതാണ്. ഇപ്പം ഈ യാഗം ഈ ദേശത്തിന്, ഈ അമേരിക്ക പ്രദേശം മുഴുവൻ, അതായത് നോർത്ത് അമേരിക്ക, മെക്സിക്കോ, US, കാനഡ ഫുൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള യാഗമായിട്ട് മാറി. അത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പം അതിൽ ഭാഗവാക്കാകാൻ സാധിക്കുന്നവർക്ക് എല്ലാവർക്കും വലിയ പുണ്യം ചെയ്തവരാണ്. അതുകൊണ്ടില്ലെങ്കിൽ അവർക്ക് പങ്കെടുക്കാൻ പോലും പറ്റില്ല. ഇങ്ങനൊരു വലിയ മഹായാഗം ഇവിടെ നടക്കുന്നതിലും പങ്കെടുക്കുന്നതിലും എല്ലാം വളരെയധികം സന്തോഷം. ഇത്രയും പുണ്യജനങ്ങളുടെ കൂടെ ഒത്തുചേരാൻ പറ്റിയതിലും വളരെ സന്തോഷം. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നണ ഒരു അനുഭവമാണ്. നമ്മൾ സ്ത്രീകൾ ആചാര്യസ്ഥാനത്തിരുന്ന് ശതചണ്ഡി യാഗം ചെയ്യാൻ പറ്റുക, അതും അമേരിക്കയില്.
ഞാൻ അറ്റ്ലാന്റയിൽ നിന്ന് ഹ്യൂസ്റ്റണിലേക്ക് വന്നിട്ട് അറ്റൻഡ് ചെയ്തതാണ് ഈ ശതചണ്ഡി യാഗം. ഇത് കഴിഞ്ഞ വർഷം ശ്രീനാഥ്ജി വന്നപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അറ്റ്ലാന്റയിലും ന്യൂയോർക്കിലും ഹ്യൂസ്റ്റണിലൊക്കെ നടത്തിയിരുന്നു. ഇപ്രാവശ്യം അറ്റ്ലാന്റയിൽ ഒരു ലളിതായാഗവും ഒക്കെ നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം ഇവിടെ ഇത്രയും അധികം പേര് ഒരുമിച്ച് ചേർന്ന് നമ്മൾ ആചാര്യസ്ഥാനത്തിരുന്ന് ഇങ്ങനൊരു യാഗം ചെയ്യാൻ പറ്റിയതിൽ. അടുത്ത വരവിൽ ഇവിടെ ഒരു വലിയ ആശ്രമം ഉണ്ടാവട്ടെ എന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തണം. നമസ്കാരം. നമ്മളുടെ ഒരു മഹായാഗം കഴിഞ്ഞ നിർവൃതിയിലാണ് എല്ലാവരും. അമേരിക്കയിലെ പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്ന് 2-3 ദിവസത്തെ യാഗം ഹ്യൂസ്റ്റൺ ശ്രീരാമദാസ് ആശ്രമ കോമ്പൗണ്ടിൽ വെച്ച് ഭംഗിയായി നടന്നു. ശ്രീനാഥ് കാര്യാട്ടിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ സ്വാമി മഹർഷി, അതുപോലെ JP എല്ലാവരും കൂടി വളരെ ഭംഗിയായിട്ട് ആ യാഗം നടത്തി. അതിലെല്ലാവർക്കും സന്തോഷമുണ്ട്, ഭാഗ്യമുണ്ട്, സൗഭാഗ്യമുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരു മഹായാഗമായിരുന്നു. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ സന്തോഷം, സൗഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ പേര് വർഷ എന്നാണ്. ഞാൻ ടൊറോണ്ടോ, കാനഡയിൽ നിന്നാണ്. ഇതെൻ്റെ രണ്ടാമത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ യാഗം കൂടിയിട്ട്. വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അത് കാരണം തന്നെയാണ് ഞാൻ ഇതിന് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് സ്ത്രീകളെല്ലാം കൂടിയിരുന്ന് ഒരു യാഗം ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതും മാത്രമല്ല, ജാതിയോ മതമോ ജെൻഡർ ഒന്നും ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് എനിക്കിത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. സോ ഇത് തന്നെ ഞങ്ങൾ കാനഡയിലും പ്ലാൻ ചെയ്യുന്നുണ്ട്, ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു സങ്കല്പം വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടൈം അത് അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് മാധവൻ ബി നായർ. ശ്രീരാമ ആശ്രമത്തിലെ ഏപ്രിൽ മാസം 6-നും 7-നും നടന്ന ശതചണ്ഡി യാഗം വളരെ വിശേഷപ്പെട്ടതായിരുന്നു. പ്രത്യേക അനുഭൂതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇത് ആദ്യമായാണ് ഞാൻ പങ്കെടുക്കുകയും അതിൽ പങ്കെടുത്ത എല്ലാവരും വളരെ ഭാഗ്യവാന്മാരാണെന്നുള്ള ഒരു അനുഭൂതിയാണ് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത്. നമസ്കാരം. എൻ്റെ പേര് ഗായത്രി. ഞാൻ വെർജീനിയ സ്റ്റേറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് ഞാനിവിടെ ഇപ്പോൾ ഉള്ളത് ഹ്യൂസ്റ്റൺ, ടെക്സസിലെ ഹ്യൂസ്റ്റൺ എന്ന സ്ഥലത്താണ്. ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന ശതചണ്ഡി യാഗത്തിലെ വൺ ഓഫ് ദ പാർട്ടിസിപ്പൻസ് ആണ് ഞാൻ. ഈ ഒരു യാഗത്തിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 1.5-2 മാസത്തോളം ഓൺലൈൻ ടീച്ചിങ് സെഷൻസ് ഉണ്ടായിരുന്നു. ദേവി മഹാത്മ്യം പാരായണം, അതിന്റെ പ്രാക്ടീസ് സെഷൻസ്. അങ്ങനെ US-ലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് ഈ ശതചണ്ഡി യാഗം നടക്കുന്നത്. ഈ യാഗത്തിന്റെ അനദർ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് തന്നെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു യാഗം. അങ്ങനെ സ്ത്രീകൾക്കും ഹോമം ചെയ്യാം എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പൊ അത് ദേവിയുടെ അനുഗ്രഹത്താൽ സാധിച്ചു എന്നുള്ളത് വളരെ മഹാഭാഗ്യം. അതിന് വഴിയൊരുക്കി തന്ന ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ട് സാറിന് വളരെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇപ്പൊ ഇങ്ങനെ ഇനിയും ഇതുപോലെ പല സ്ഥലങ്ങളിലും ശതചണ്ഡി യാഗം നടക്കാൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഈ ഹൂസ്റ്റണിലെ ഈ യാഗം വളരെ ഭംഗിയായി, വളരെ യങ് എനർജറ്റിക് പീപ്പിള് ഓൾ ഓവർ അമേരിക്കയിലും കാനഡയിൽ നിന്നും ഒക്കെ വന്ന് ഭംഗിയായിട്ട് നടത്തി. ഇങ്ങനെ ഒരു യാഗത്തിൽ പങ്കുചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും എല്ലാവരെയും അടുത്ത യാഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ചേരണം, അതിൽ ഗ്രൂപ്പായിട്ടിരിക്കണം. നന്ദി, നമസ്കാരം.